യെസ്. ഹലോ മായ, മായ മൈ സ്വീറ്റ് ഹാർട്ട്. ഇല്ല ഇല്ല, ഒരിക്കലും ഇറക്കില്ല. അറിഞ്ഞു, അമ്മയുമായിട്ട് ഒറ്റയ്ക്ക് വന്ന് ഒളിച്ചു താമസിക്കുന്നവരൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ. എന്താ അവിടെ? ആരാ? ഞാനാ. എന്താ എന്താ അമ്മേ? എന്താ അവിടെ ബഹളം? ആരാ? ഒന്നുമില്ല. സ്റ്റുവർട്ട്, ബട്ട്ലർ, ആരാ? വെയിറ്റർ, വെയിറ്റർ. എന്താ ഇങ്ങനെ മര്യാദയില്ലാതെ? അമ്മ കണ്ട എന്ത് വിചാരിക്കും? നിനക്ക് മാത്രമല്ലല്ലോ അമ്മ, എനിക്കും ഇല്ല ഒരമ്മ. ആ അമ്മയെ പറഞ്ഞു പറ്റിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. ഇന്ന് ഞാൻ നിന്നെ. ഐ എം സോറി, എല്ലാത്തിനും സോറി. ദയവേദി ഇപ്പൊ പ്രതികാരം ചെയ്യരുത്. ഞാൻ എന്താ വേണ്ടെന്ന് പറ. എനിക്ക് ചിലതൊക്കെ സംസാരിക്കണം. ഇവിടെ വെച്ച് വേണ്ട. ഇവിടെ വെച്ച് വേണ്ട, സമ്മതിച്ചു. പുറത്തു വെച്ച് മതി. ഇന്ന് വേണ്ട, വേറൊരിക്കൽ. പറ്റില്ല. ഇന്ന്. എന്താ അവിടെ പിന്നെയും ബഹളം? എന്തായിരുന്നു മായ അവിടെ? ഒന്നുമില്ല, ഒരു ബട്ട്ലർ വന്ന് ഡാൻസ് ആടി കാണിക്കായിരുന്നു. ഇങ്ങനെ എന്നിട്ട് പോയി, ബട്ട്ലർ പോയി. അമ്മ കുളിച്ചോ? നിനക്ക് ആ വാതിലൊന്നും അടച്ചിട്ടിരിക്കാമായിരുന്നില്ലേ? അതെന്തൊരു ചാട്ടം അത്? ഒന്നുമില്ല, ഡാൻസ് ഡാൻസ് അമ്മേ, ഡാൻസ്. എന്താ എന്താ വേണ്ടെന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കാതെ പറ. എനിക്ക് ചെറിയൊരു കാര്യം സാധിക്കാനുണ്ട്. എന്താ അത്? അച്ഛനും അമ്മയും ആരെന്നറിയാത്തോളെന്ന് ഞാനല്ലേ മായ പരിഹസിച്ചത്. അതുകൊണ്ട് വാശി പിടിച്ച് മായ അച്ഛനെ അമ്മയൊക്കെ കണ്ടുപിടിച്ചു. അതിന് ഞാൻ ഒരു സമ്മാനം തരണ്ടേ? എന്ത് സമ്മാനം? അമ്മയുടെ മുമ്പിൽ വെച്ച് എനിക്ക് മായയ്ക്കൊരു ഉമ്മ തരണം. എന്ത് വിവരക്കട പറയുന്നത്? ആഹാ, മായയ്ക്ക് എപ്പോഴായി വിവരം വെച്ചത്? എന്റെ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ ശല്യം ചെയ്തു. എന്നോട് പ്രണയമാണെന്നും കല്യാണത്തിന് വരെ തയ്യാറാണെന്നും പറഞ്ഞു. എന്നെപ്പോലൊരു പെണ്ണുപിടിയാൻ ഈ ഭൂലോകത്തിലേ ഇല്ലെന്ന് എന്റെ അമ്മയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതൊന്നും വിവരക്കേടല്ലായിരുന്നു. ഒക്കെ പോട്ടെ, എല്ലാം മറന്നു വന്ന് ഞാൻ പറഞ്ഞില്ലേ മായ എനിക്ക് തന്നേക്ക്, ഞാൻ കല്യാണം കഴിച്ചോളാമെന്ന്. അപ്പോഴെന്താ പറഞ്ഞേ? അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ച് വന്നിട്ടേ ഉള്ളൂ കല്യാണം വന്ന്, അല്ലേ? ഇപ്പൊ അമ്മയും കണ്ടുപിടിച്ചു, അച്ഛനെയും കണ്ടുപിടിച്ചു. എന്നിട്ടെന്തേ വരാഞ്ഞേ? എനിക്ക് അമ്മയെ മാത്രമേ അറിയൂ, അച്ഛനെ അറിയില്ല. അതാണ് ശരിക്കുള്ള വിവരക്കേട്. അമ്മയെ കണ്ടുപിടിച്ചാ പിന്നെ അച്ഛനെ കണ്ടുപിടിക്കാൻ എന്താ പ്രയാസം? റൂട്ട് ക്ലിയർ ആയി കിടക്കല്ലേ? സോറി, കൂടുതൽ സംസാരിക്കണ്ട. ഡോക്ടർ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ശല്യപ്പെടുത്താതിരിക്കാൻ എനിക്ക് പറ്റില്ല. മായയോടുള്ള പ്രണയം പതഞ്ഞു തുളുമ്പിയിട്ട് എന്റെ ഹൃദയം താഴോട്ട് വീഴാൻ പോവുക. അയ്യോ, സത്യം. മതി, കളിതമാശയൊക്കെ മതി. എന്റെ ഒരു കൂട്ടുകാരി വെറുതെ എന്നെ ഒന്ന് വാശി പിടിപ്പിച്ചതുകൊണ്ടാ ഞാൻ അന്നൊന്ന് ഡോക്ടറെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതൊരു കളവായിരുന്നു. അതെ, കളവായിരുന്നു. മാപ്പ് തന്നേക്ക്. എനിക്ക് ആരെയും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഡോക്ടറെ. പിന്നെന്തിനാ കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? പ്ലീസ്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. നിക്കേ, എനിക്ക് പറയാനുള്ളൂടെ കേട്ടിട്ട് പോ. എന്നെ ഇഷ്ടമല്ലെന്ന് മായ ഇപ്പൊ പറഞ്ഞില്ലേ, അത് കളവാണ്, വെറും കളവ്. എനിക്കറിയാം മായ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എനിക്ക് വേണ്ടത് മായയാണ്, മായ മാത്രം. അച്ഛൻ അമ്മ എന്ന കാരണങ്ങൾ പറഞ്ഞ് എന്തിനാണ് മായ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് മായയുടെ മനസ്സിലൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. പിന്മാറണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആയിക്കോളൂ. ഇനി ഒരിക്കലും ഞാൻ വരില്ല മായയെ കാണാൻ. പക്ഷെ മായ എൻ്റെ അടുത്തേക്ക് വരുന്നതും കാത്ത് ഞാനിരിക്കും, എത്ര കാലം വേണമെങ്കിലും. ാണ് 16-ാം തീയതി ലോകം അറിയാൻ പോകുന്നത്. പിന്നെ പതുക്കെ ശിവപ്രസാദിനുള്ളതൊക്കെ നഷ്ടമാകാൻ പോയ. അവരങ്ങനെ ചെയ്യില്ല. എന്നോട് അവരങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങളോട് മാത്രമല്ല, ഞങ്ങളോടും അവരങ്ങനെ ചെയ്യില്ല. ഏൺ അപേക്ഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും. അത് മതിയെങ്കിൽ ശിവപ്രസാദിന് ഇന്നുള്ളതൊക്കെ ശിവപ്രസാദിൻ്റെത് മാത്രമായി തീരണമെങ്കിൽ
ഞങ്ങളോടൊപ്പം നിൽക്കാവുന്ന ഒരു വാക്ക് മാത്രം മതി. സമ്മതിച്ചോ? സമ്മതമാണ്. പക്ഷെ എന്താ ചെയ്യാൻ കഴിയുക? 16-ാം തീയതിയിലെ ആ ചടങ്ങ് നടക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അമ്മയോ മകളോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കാനും പാടില്ല. അത്രയ്ക്കൊക്കെ പോണോ? പോണം, പോയേ തീരൂ. അമ്മ മരിച്ചാൽ മകൾ വെറുതെ വിടില്ല ആരെയും. മകൾ മരിച്ചാൽ അമ്മയും. ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കണം. അത് അമ്മയാണോ മകളാണോ എന്നത് നമ്മൾ ഇപ്പോൾ തീരുമാനമെടുക്കണം.